Hello, girls. കാക്കാന്റെ കൂട്ടാൻ വരണ ചിക്കൻ കറി കൂട്ടിയിട്ട് ചോറിനാൻ വരണ എന്നാണ് നമ്മുടെ വാമിക്കുട്ടി ചോദിച്ചേട്ടാ. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വ്ളോഗാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നൊന്നുമില്ല കേട്ടോ, ഞായറാഴ്ച നമ്മൾ കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തക്കാളി ഇങ്ങനെ മുറിക്കണായിട്ട് ഇങ്ങനെ എന്താ മുറിക്കണം വിചാരിക്കണം, നമ്മൾ അരയ്ക്കും കേട്ടോ, മിക്സിയിലിട്ട് നന്നായിട്ട് എന്താ പറയുക അരയ്ക്കും. അപ്പോൾ ചിക്കൻ വെക്കണത് എങ്ങനെ നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എനിക്കങ്ങനെ നന്നായിട്ട് വെക്കണമെന്ന് അറിയില്ല, എന്നാലും ഒരു തട്ടിക്കൂട്ട് വെപ്പാണ്. പിന്നെ എന്താ ഇത്രയും വലിയ ചട്ടിയൊന്നും ചോദിക്കുകയൊന്നും വേണ്ട, എന്താണെന്ന് വെച്ചാൽ ഇല്ലടാ, നമ്മൾ വേല പരിപാടികളൊക്കെ വെക്കുമ്പോഴാണ് നമ്മൾ ഇത്രയും വലിയ ചട്ടിയൊക്കെ എടുത്ത് വെളി വെക്കുന്നത്. ചില നമുക്ക് 4 പേർക്ക് കഴിക്കാനും വെക്കാനും ഇത്ര വലിയ പാത്രം വേണ്ടാലോ. പക്ഷേ ഞാൻ നോക്കിയപ്പോഴില്ല, അടുപ്പിൽ വെക്കാൻ പറ്റിയൊരു പാത്രമൊന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ ഇതങ്ങോട്ട് എടുത്ത് വെച്ചു. അപ്പോൾ ഒരു ചിക്കൻ കറിയൊക്കെ നമുക്ക്, ചിക്കൻ കറി എന്നല്ല ഏത് കറിയും ഒരു അടുപ്പിൽ വെച്ചിട്ട് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് അല്ലേ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ആഗ്രഹം, ഏട്ടൻ ഇങ്ങനെ ചിക്കൻ കൊണ്ടുവന്നപ്പോൾ ഒന്ന് അടുപ്പിൽ വെച്ചാലോ എന്ന്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് എല്ലാവരും വെക്കും പോലെ തന്നെയാണ് ഞാനും വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ തപ്പിപ്പിടിച്ച് ഇടയ്ക്ക് പോകുന്നുണ്ട്. ആകെ 2 അല്ലി കറിവേപ്പിലുണ്ട് ഗൈസ്, ഞങ്ങളുടെ കറിവേപ്പില ഉണ്ടാവുന്നതേ ഇല്ല. അപ്പോൾ ആ ഉള്ള കറിവേപ്പിലയും വലിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കറിവേപ്പില കറിയിൽ ഇടുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സായി വരുമ്പോഴേക്കും നമ്മൾ മുളകൊക്കെ തിരുമ്പി വെച്ചത്, മസാലയൊക്കെ തിരുമ്പി വെച്ച ചിക്കൻ എടുത്ത് നമ്മൾ അങ്ങോട്ട് തട്ടി എന്നിട്ട് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ എടുത്തിട്ട് കഴുകാൻ പോകുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ നമുക്കൊരു കാര്യം കാണിച്ചത്, ഇത് നമ്മൾ ചാണകമൊന്നുമല്ല കേട്ടോ, ചാരമില്ലടാ, ചാരം അമ്മതാ മെഴുകി ഇട്ടതാട്ടോ, കുറച്ച് ഉമ്മർന്ന് തേച്ചിട്ടുണ്ട് കേട്ടോ, നല്ല രസമാണ് കേട്ടോ. കുറേ നാളത്തേക്കും കറിയില്ലേ പുതിന ഇല ഇടുമോ ഗൈസ് നിങ്ങൾ പറട്ടോ. ഞാൻ കുറച്ച് പുതിന ഇല നമ്മുടെ വീട്ടിൽ കുറച്ചുണ്ട്. കറിവേപ്പില ഇല്ല, പക്ഷെ നമുക്ക് പുതിന ഇല ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ നല്ലതാ, എനിക്ക് ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടം. പലരും ഇടുന്നൊരു സാധനമൊന്നും ആയിരിക്കില്ല, പക്ഷെ നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുമല്ലോടാ. അപ്പോൾ നമുക്ക് ചിക്കൻ കറീൻ്റെ കൂടെ ഇട്ടിട്ട് നമുക്ക് കഴിക്കണോണ്ട് എങ്ങനെ നല്ല മണോടെ അതിന്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഫൈനലായിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഞാനും കുറച്ചേ എടുത്തിട്ടുള്ളൂ, ജസ്റ്റ് നിങ്ങൾ ടേസ്റ്റ് ഒന്ന് കാണിക്കാൻ എടുത്തോട്ടോ, സമയമൊന്നും ആയിട്ടില്ല, ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് എപ്പോഴും ചിക്കൻ്റെ ലെഗ് പീസ് ഉണ്ടാവും, പക്ഷേ ഇന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അവർ മറന്നുപോയി ഗൈസ്. ചിക്കൻ അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ലെഗ് പീസ് ഉണ്ടാവുന്നതാണ്, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാ മക്കൾക്കും ഇഷ്ടമാണ്, ഇവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇത്തവണ അതങ്ങ് മിസ്സായിപ്പോയി. അപ്പോൾ എങ്ങനെയുണ്ട് ചോദിച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.